IP's നീറ്റ് പോയിന്റിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നീറ്റിന് 650 അതിന് മുകളിലൊക്കെ സ്കോർ ചെയ്യാൻ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട 10 കാര്യങ്ങളെ കുറിച്ചാണ്. ഈ 10 കാര്യങ്ങളും അക്ഷരം പ്രതി ഫോളോ ചെയ്തു കഴിഞ്ഞാൽ 650 700 ഒക്കെ സ്കോർ ചെയ്യുക എന്നുള്ളത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. സോ നമുക്ക് ആ 10 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മളെ ഒരു ഡ്രീം ഭയങ്കരമായിട്ട് നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം നീറ്റ് ക്രാക്ക് ചെയ്തു, MBBS ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ഒരു നല്ല ഹൈ പൊസിഷനിൽ എത്തി നിൽക്കുന്നു, നിങ്ങൾക്ക് നല്ല ഏർണിങ്സ് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ള, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഓരോരുത്തരുടെ രീതിയിൽ അവരുടെ ആ ഒരു എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. ഇപ്പം ചിലർക്കത് നല്ല ഒരു രീതിയിൽ നിങ്ങളൊരു ബെസ്റ്റ് സർജൻ ആവുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ന്യൂറോ സർജറി പ്രാക്ടീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് ആ ഒരു പ്രൊഫഷനിൽ നിങ്ങൾ എത്തുന്നു, അവിടെ നിങ്ങൾ ടോപ്പ് ആവുന്നു. അങ്ങനെ അല്ലെങ്കിൽ ചിലർക്ക് ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്യുന്നു, നല്ലൊരു വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കുന്നു, കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഫിനാൻഷ്യലി നല്ലൊരു വീട്, ഒരു വാഹനം, അങ്ങനെ ഏതൊക്കെ രീതിയിൽ എന്താണോ നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് അതൊക്കെ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതായിട്ട് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിച്ച് നിങ്ങൾ ആ ഡ്രീമിന് സെറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ഡ്രീം ഉണ്ടാവുമ്പോൾ നിങ്ങൾ എക്സൈറ്റഡ് ആവും, നിങ്ങളുടെ ബ്രെയിനിൽ ഡോപ്പമിൻ സെക്രീറ്റഡ് ആവും, നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നമുക്കൊരു ഡ്രീം ഉണ്ട്. നമ്മൾ രണ്ടാമതായിട്ട് ഇനി ആ ഡ്രീമിൽ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഒരു പ്ലാൻ വേണം. സോ ആദ്യം തന്നെ ഇപ്പൊ നീറ്റിന്റെ പോകുന്നതിന്റെ തൊട്ട് മുന്നേ വരെയുള്ള എല്ലാ പ്ലാനുകളും നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഒരു ബുക്കിൽ എഴുതി വെക്കണം. ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് ഞാൻ ചെയ്യും. അപ്പം ഓരോരുത്തരുടെ അനുസരിച്ച് പലർക്കും വ്യത്യാസമാകും. ഇപ്പൊ ചിലർക്ക് കൂടുതൽ തിയറി ഇപ്പം വായിക്കേണ്ടതായിട്ട് വരും, ചിലർക്ക് ബേസിക്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെ എന്തായാലും നമുക്ക് ബേസിക്സ് ഒക്കെ നല്ല സ്ട്രോങ് ആവണം. ബേസിക്സ് ഇല്ലാതെ മുകളിൽ ബിൽഡ് ചെയ്യുന്നത് എന്ത് ചെയ്യും? കൊളാപ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാം ആ ഒരു കറക്റ്റ് വേയിൽ നമ്മൾ പോകണം. ബേസിക്സ് ഇല്ലെങ്കിൽ ബേസിക്സ് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കണം. ദെൻ അതിന് മുകളിൽ പിന്നെ കൺസെപ്റ്റുകൾ ബിൽഡ് ചെയ്യണം, പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം. അങ്ങനെയാണ് പോകേണ്ടത്. അല്ലാതെ നമ്മൾ ഇക്വേഷൻ മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ നീറ്റ് റാങ്ക് പിറകോട്ടാക്കും. അപ്പം ഓരോരുത്തരുടെ അനുസരിച്ച് അവർക്കുള്ള ഷെഡ്യൂളിൽ അതിനനുസരിച്ച് ടൈം കാണണം. അപ്പൊ ചിലർക്ക് തിയറി ഒക്കെ ഇപ്പം നന്നായി വായിച്ച് +1 +2 ഒക്കെ എൻട്രൻസ് ഓറിയന്റേഷനിൽ കഴിഞ്ഞ ആളുകളാണെങ്കിൽ പിന്നെ കൂടുതൽ അവർക്ക് വേണ്ടി വരെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം എന്നാൽ ബേസിക്സ് ഇല്ലാത്ത ആളുകൾക്ക് അത് സ്റ്റാർട്ടിങ് തൊട്ടേ തുടങ്ങി തിയറി വായിച്ച് ദെൻ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പൊ എനിവേ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് തിയറി ഫിനിഷ് ചെയ്തിട്ട്, അതായത് ഫിനിഷ് ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാം തറവായിരിക്കണം നമ്മൾ കൺസെപ്റ്റ് ഒക്കെ, അത് പെട്ടെന്ന് കഴിഞ്ഞ് കൂടുതൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ സമയം കണ്ടെത്തുക എന്നുള്ള എൻട്രൻസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിയാണ്. അത് നിങ്ങൾ മറക്കരുത്. അപ്പം ഓരോരുത്തർക്ക് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പ്ലാൻ ഷെഡ്യൂൾ കസ്റ്റമൈസ് ചെയ്യുക. എന്നിട്ട് ഡെയിലി നിങ്ങളിപ്പം ഓരോരുത്തരുടെ അറ്റൻഷൻ സ്പാൻ ഉണ്ടാവും. എനിക്ക് ഇത്ര സമയം പഠിച്ചാൽ പിന്നെ ഇത്തിരി ബ്രേക്ക് വേണം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സ്പാൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 1 മണിക്കൂറാവാം, അല്ലെങ്കിൽ 3/4 മണിക്കൂറാവാം, ആ രീതിയിൽ നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ അനുസരിച്ച് നിങ്ങൾ ഒരു സമയം നന്നായിട്ട് പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? 5-10 മിനിറ്റ് നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം. അപ്പൊ ആ ബ്രേക്കിൽ നന്നായിട്ട് റിലാക്സ് ചെയ്യുക, എൻജോയ് ചെയ്യുക. പിന്നെ വീണ്ടും വന്ന് എനർജൈസ്ഡ് ആയി, നിങ്ങൾ റീചാർജ്ഡ് ആയി വീണ്ടും പഠിക്കുക. അങ്ങനെ അപ്പൊ നമ്മള് ബ്രേക്ക് എടുക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക? ആ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡിലൂടെ സ്കാൻ ചെയ്ത് പോവുക. എന്തെങ്കിലും പോയിന്റ് വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകൂടി അണ്ടർലൈൻ ചെയ്യുക, അല്ലെങ്കിൽ എഴുതി വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അതുപോലെ നമ്മൾ ഓരോ ദിവസവും അന്നന്ന് പഠിച്ച കംപ്ലീറ്റ് കാര്യങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സമയം നമ്മളെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഞാൻ പറയാം, ആദ്യമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൽ ഒരു ചാപ്റ്റർ എന്നുള്ള രീതിയിൽ ഒരു സബ്ജക്ട് തന്നെ പഠിക്കുക എന്നാണ് ഞാൻ അഡ്വൈസ് ചെയ്യുക. കാരണം നമുക്ക് ആ ഒരു ചാപ്റ്റർ ഒക്കെ പഠിക്കാൻ തന്നെ വേണ്ടി വരും. കാരണം തിയറി പഠിച്ച് ക്വസ്റ്റ്യൻ ചെയ്തൊക്കെ വരുമ്പോഴേക്ക് ദെൻ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളിപ്പോ ഒരു ദിവസം തന്നെ പലത് പഠിക്കുമ്പോൾ നമ്മൾ ഒന്നും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ഫിസിക്സ് നമ്മൾ കുറച്ച് വായിച്ചു, പക്ഷെ അത് തീർന്നില്ല, അടുത്ത് വായിക്കുന്നത്, അങ്ങനെയല്ല. നമ്മൾ വായിക്കുന്നത് ഒന്ന് ഫൈനലൈസ് ചെയ്തിട്ട് പിന്നെ അടുത്ത ഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മറ്റൊരു സബ്ജക്റ്റിൽ മറ്റൊരു ചാപ്റ്റർ വായിക്കാം. അങ്ങനെ പിന്നെ റിവിഷൻ ഒക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ദിവസം തന്നെ ഉച്ചവരെ കെമിസ്ട്രിയോ ഫിസിക്സോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് അനുസരിച്ച്, അതായത് നമ്മളെ നല്ല കോൺസെൻട്രേഷൻ ഉള്ള സമയത്ത് നമ്മൾ ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള സബ്ജക്ട് പഠിക്കുക എന്നുള്ളത് ഞാൻ ഫോളോ ചെയ്തിരുന്ന സ്ട്രാറ്റജി ആയിരുന്നു. നമ്മൾ നല്ല കോൺഷ്യസ് ആയിരിക്കുന്ന ഒരു ഹെൽത്തി, നമുക്ക് നല്ല എനർജറ്റിക് ആയിരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന ആ സബ്ജക്ട് എടുത്ത് പഠിക്കാം. അപ്പം എനിവേ നമ്മൾ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം തന്നെ എല്ലാ സബ്ജക്റ്റും ഉച്ചവരെ ഒരു സബ്ജക്ട്, ദെൻ ഉച്ചയ്ക്ക് ശേഷം ആ സെഷൻ അടുത്ത ഒരു സബ്ജക്ട്, ദെൻ പിന്നെ ബയോളജിയിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് സുവോളജി ഇത്ര അവേഴ്സ്, ദെൻ ബോട്ടണി ഇത്ര അവേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ എല്ലാം ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യുമ്പോൾ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ഫസ്റ്റ് ടൈം ഒക്കെ ഓരോരോ കാര്യങ്ങൾ സെറ്റ് ആക്കിയിട്ട് പോകുമ്പോൾ ഒരു ദിവസം ഒരു
സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിലെ ചാപ്റ്റർ എന്നുള്ള രീതിയിലായിരിക്കും നല്ലത്. നമ്മുടെ പ്ലാൻ രണ്ടാമത്തെ നമ്മളെ പോയിന്റ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ പ്ലാൻ ഒക്കെ ഇപ്പം സെറ്റ് ആണ്, നമുക്ക് വേണ്ടി കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ഒരു ഇയർലി പ്ലാൻ സെറ്റ് ചെയ്തു, അത് എഴുതി വെച്ചു. ഇനി നമ്മൾ ആ പ്ലാൻ ഫോളോ ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ എക്സിക്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ ഒരിക്കലും അതിൽ ലാഗ് വരുത്തരുത്. എന്താണോ നമ്മളെ ടൈം പ്ലാനിൽ ഉള്ളത് അതേപടി നമ്മൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ അഥവാ ഇനിയിപ്പോ നമുക്ക് തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ അത് തീർക്കാൻ വേണ്ടി കാത്തിരിക്കരുത്. നമ്മൾ ടൈം പ്ലാനിൽ അടുത്ത് എന്താണോ അങ്ങോട്ട് മൂവ് ചെയ്യണം. എന്നിട്ട് ഈ ലാഗ് വന്നത് നമ്മൾ റിവിഷന്റെ സമയത്തോ അല്ലെങ്കിൽ ബാക്കി സബ്ജക്ട് പെട്ടെന്ന് തീർത്തിട്ട് ബാക്കി വരുന്ന സമയത്തോ ഒക്കെ നമ്മൾ ഇൻക്ലൂഡഡ് ആയിട്ട് അതിനെ പെട്ടെന്ന് തന്നെ നമ്മൾ തീർത്തു പോകുക. അപ്പൊ എനിവേ പഠിച്ചത് തീർന്നിട്ടില്ലെങ്കിൽ പിന്നെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യരുത്. മൊത്തത്തിൽ നമ്മുടെ ടൈം ടേബിളിനെ മൊത്തത്തിൽ പിന്നെ അങ്ങോട്ട് ലാഗ് ആക്കിപ്പിക്കും. അതിന് പകരം അതിനെ എവിടെയെങ്കിലും ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് അത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്ലാൻ നിങ്ങൾ സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലാൻ സ്റ്റിക്ക് ചെയ്യില്ലെങ്കിൽ നമ്മുടെ ഡ്രീം അവിടെ സ്റ്റോപ്പ് ആവും. അപ്പം നിങ്ങളുടെ ലൈക്ക്, കമന്റ്, സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ മറക്കരുത്. കാരണം അതാണ് നമ്മുടെ ചാനലിന്റെ ഗ്രോത്ത്. പ്ലാൻ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റിക്ക് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലതൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ അത് നാലാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പറയും. നിങ്ങളിപ്പോ ഫിസിക്സ് വായിക്കുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ഫോർമുല ബുക്ക് വേണം. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഓരോരോ ഫോർമുല പഠിക്കുമ്പോൾ അപ്പം തന്നെ അത് എഴുതി പോകുക. അതല്ലാണ്ട് നമ്മൾ മൊത്തത്തിൽ പഠിച്ചിട്ട് പിന്നെ അത് എഴുതി വെക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചിലത് വിട്ടുപോകാം, അങ്ങനെയൊക്കെ വരാം. അപ്പൊ പഠിക്കുമ്പോൾ തന്നെ അതത് ഫോർമുല അതേപടി ആ ഫോർമുല ബുക്കിൽ എഴുതി വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെന്തിനാന്ന് വെച്ചാൽ ഒന്നാമത് നമ്മൾ പഠിക്കാൻ സഹായിക്കും, രണ്ടാമത് നമ്മളെ എക്സാം പോകുന്നതിന്റെ തൊട്ട് തലേ ദിവസം നമുക്ക് ഇത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പം ഈ ഫോർമുല ബുക്ക് പോലെ തന്നെ ഹെൽപ്ഫുൾ ആണ്. പ്രോബ്ലം ചെയ്യാനിരിക്കുമ്പോൾ നമ്മൾ ആ പ്രോബ്ലം എന്ത് ചെയ്യണം, കിട്ടാത്ത പ്രോബ്ലങ്ങളൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തത്, ഫസ്റ്റ് ടൈം ആൻസർ ചെയ്യാൻ പറ്റാത്തത് റൗണ്ട് ചെയ്തോടെ വെക്കണം. അടുത്ത റൗണ്ടിൽ നമ്മൾ ആ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മളെ ഒരു മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാവണം. നമ്മൾ തെറ്റിക്കുന്ന പ്രോബ്ലംസ് ഒക്കെ നമ്മളത് മിസ്റ്റേക്ക് അതിന്റെ എന്താണ് നമ്മൾ മിസ്റ്റേക്ക് വരുത്തിയത് അത് എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ അതിലൂടെ ഓടിച്ചു പോകുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ടൈം ആ മിസ്റ്റേക്ക് നമ്മൾ എന്ത് ചെയ്യില്ല, വരുത്തില്ല. അപ്പൊ നമ്മുടെ നാലാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ എഴുതിയിരിക്കും നമ്മുടെ മിസ്റ്റേക്ക് ബുക്ക് നമ്മുടെ കയ്യിൽ വേണം, ഫോർമുല ബുക്ക് നമ്മുടെ കയ്യിൽ വേണം. അപ്പം അതോടൊപ്പം തന്നെ ഞാൻ ഇതിനകത്ത് നമുക്ക് ഒരു ബുക്ക് കൂടി വേണം. നമുക്ക് എല്ലാ പോയിന്റുകളും നമ്മൾ വായിക്കുമ്പോൾ തന്നെ തിയറി പോയിന്റുകളൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സമ്മറി പോലെ, നമുക്കൊരു ചാപ്റ്റർ വായിക്കുമ്പോൾ തന്നെ ആ ചാപ്റ്ററിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരൊറ്റ 1-2 പേജിലോട്ടൊക്കെ ചുരുക്കിയിട്ട് നമുക്ക് എഴുതി വെക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിലൊരു മൈൻഡ് മാപ്പ് പോലെ, ഒരു സമ്മറി ബുക്ക് പോലെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്ത് പഠിക്കുമ്പോഴും നമ്മൾ അത് എഴുതി വെച്ചിട്ട് നമ്മൾ എല്ലാ പോയിന്റ്സും വളരെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ 1-2 പേജിലേക്ക് ചുരുക്കി എഴുതുന്ന രീതിയിൽ നമുക്കൊരു ബുക്ക് ഉണ്ടാവുക. അപ്പൊ 3 ബുക്ക് നമുക്ക് വേണം. ഒന്ന് ഫോർമുല ബുക്ക്, മിസ്റ്റേക്ക് ബുക്ക്, ദെൻ നമ്മുടെ മൈൻഡ് മാപ്പ് പോലെയുള്ള നമുക്ക് സമ്മറി ആയിട്ട് ഉപയോഗിക്കാവുന്ന ആ ഒരു ബുക്ക്. അപ്പൊ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ എക്സാമിന്റെ പോകുന്നതിന്റെ തൊട്ട് മുമ്പുള്ള റിവിഷൻ ആണ്. സോ അതുകൊണ്ട് അപ്പൊ നമ്മൾ ഇതൊന്നും എഴുതി വെച്ചില്ലെങ്കിൽ അപ്പൊ നമ്മൾ എല്ലാ ബുക്കും ഒക്കെ പോയി നമുക്ക് നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ആദ്യം തന്നെ ശ്രദ്ധിച്ചു പോകുക. അപ്പൊ നമ്മൾ നാലാമത്തെ പോയിന്റ് നമ്മൾ കഴിഞ്ഞു. ഈ 5ാമത്തെ പോയിന്റ് ആണ്, നമ്മൾ NCERT വായിക്കുമ്പോൾ NCERT എല്ലാ സബ്ജക്റ്റിലും നമ്മൾ തിയറി ഇമ്പോർട്ടന്റ് ആയിട്ട് വായിച്ചിരിക്കണം. കാരണം ഫിസിക്സിൽ പോലും ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചു. അപ്പം യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഫിസിക്സിലെ തിയറി അടക്കം നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വായിച്ചു പോകണം. അതുപോലെ ഇൻടെക്സ്റ്റ് ആയിട്ടുണ്ടാവും ക്വസ്റ്റ്യൻസും, അത് സോൾവ് ചെയ്തിട്ടുണ്ടാവും NCERT, അതും നമ്മൾ മസ്റ്റ് ആയിട്ട് വായിക്കണം. അതുപോലെ NCERT ബാക്കിൽ എക്സസൈസുകൾ ഉണ്ടാവും, അതും നമ്മൾ ചെയ്തിരിക്കണം. ഫിസിക്സിലൊക്കെ ആവുമ്പോൾ അതിന്റെ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കണം. ആ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി നമ്മൾ 6ാമത്തെ നമ്മുടെ പോയിന്റിലോട്ട് വരുമ്പോൾ 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ടൈം റെസ്ട്രിക്റ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ പൊതുവെ കുട്ടികൾ വരുന്നത് ഒരു മിസ്റ്റേക്ക് ആണ്. നമ്മൾ ഒരു ചാപ്റ്റർ വായിച്ചു, തിയറി വായിച്ചു, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിന്റെ കീ ഇങ്ങനെ മറിച്ച് നോക്കിയിട്ട് അവിടെ ഇവിടെ നോക്കിയിട്ട് അങ്ങനെ പോകും. അവരുടെ കയ്യിൽ OMR ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു ടൈം റെസ്ട്രിക്റ്റഡ് ആയിട്ട് ചെയ്യൂല. പക്ഷെ എക്സാം ഹാളിൽ എത്തുമ്പോഴാണ് ഇതിന്റെ വില മനസ്സിലാവുക. നമുക്ക് അവിടെ ധാരാളം സമയം മിസ്സാവും. നമ്മൾ സ്കിൽഡ് ആയിരിക്കില്ല, നമുക്ക് വേഗത കുറഞ്ഞു പോകും. അപ്പൊ അതിന് നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിച്ചാൽ അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് OMR ഷീറ്റ് ഒക്കെ പ്രിന്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു ബണ്ടിൽ നമ്മൾ വാങ്ങി വെച്ചാൽ നമുക്ക് ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിലെ ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുന്നു, OMR ഷീറ്റിൽ നമ്മൾ ബബിൾ മാർക്ക് ചെയ്യുന്നു. അപ്പൊ ബബിൾ ചെയ്തൊരു എക്സ്പീരിയൻസ് ആവും. അപ്പൊ ബബിൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ചെയ്തതിനു ശേഷം മാത്രം നമ്മൾ കീ നോക്കുകയാണ്. അപ്പൊ ഏതൊക്കെയാണ് മിസ്റ്റേക്ക് വരുത്തിയത്, നമ്മൾ സാധാരണ എക്സാം പോലെ ഒരു അസസ്മെന്റ് അവിടെ വരും. അപ്പൊ അതിന് നമ്മൾ ടാർഗറ്റ് ഫിസിക്സ് ഒക്കെ ആവുമ്പോൾ, ഫിസിക്സ് അല്ല എല്ലാ സബ്ജക്റ്റും നമ്മൾ എന്ത് ചെയ്യണം, ബയോളജി ഒക്കെ ആവുമ്പോൾ ഒരു
മിനിറ്റിനകത്ത് നമ്മൾ 3 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാം. അങ്ങനെ എക്സാം ഹാളിൽ നമുക്ക് അരമണിക്കൂർ കൊണ്ടൊക്കെ ബയോളജി തീർത്താൽ ബാക്കി സമയം എന്ത് ചെയ്യാം, ഫിസിക്സിൽ സ്പെൻഡ് ചെയ്യാം. ഫിസിക്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഒരു 50 സെക്കൻഡിലൊക്കെ ടാർഗറ്റ് വെച്ചിട്ട് തീർക്കുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ എക്സാം ഹാളിൽ നമുക്ക് 1 മിനിറ്റിനകത്തൊക്കെ നമുക്ക് തീർക്കാൻ പറ്റും. അപ്പം ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യുക, ടൈം റെസ്ട്രിക്റ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മുടെ 6ാമത്തെ കാര്യവും നമ്മൾ കഴിഞ്ഞു. ഇനി 7ാമത്തെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്തു തുടങ്ങേണ്ടത് PYQs ആണ്. അപ്പം PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്മൾ ചെയ്യുമ്പോൾ കൺസെപ്റ്റുകളൊക്കെ നമുക്ക് നല്ല ക്ലാരിറ്റി കിട്ടും. അപ്പം അങ്ങനെ അതൊക്കെ ചെയ്ത് നല്ല തറവായതിനു ശേഷമാണ് പിന്നെ നിങ്ങൾ ബാക്കി ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ഒക്കെ ഉള്ള ബാക്കി ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾ ചെയ്യാം. അപ്പം എനിവേ ആദ്യം നിങ്ങൾ PYQs നിങ്ങൾ എന്തായിരിക്കണം, മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങളൊരു ടൈം പ്ലാനിൽ ഇത്ര സമയം ക്വസ്റ്റ്യൻ ചെയ്യാന്നുണ്ടാവും, അതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന അത്രയും PYQs ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ബാക്കി ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ 7ാമത്തെ പോയിന്റ് നമ്മൾ എന്ത് ചെയ്തു, കവർ ചെയ്തു. 8ാമത്തെ ഒരു സ്ട്രാറ്റജിയാണ് റിവിഷൻ എന്നുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ റാങ്ക് മുന്നോട്ട് പോകുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം. അപ്പൊ അതിൽ റിവൈസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ റിവൈസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരു സ്പേസ്ഡ് റിപ്പീറ്റേഷൻ ആണ്, ഗ്യാപ്പിട്ട് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു, ഓരോരോ ബ്രേക്കിന് എടുക്കുന്ന സമയത്ത് അതിന് മുമ്പ് നമ്മൾ മൈൻഡിലൂടെ ഒന്ന് സ്കാൻ ചെയ്തു പോകും. പിന്നെ അന്നന്ന് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ അതിന് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് സമയം. പിന്നെ ഇനി ഓരോ വീക്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഒരു റിവിഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഒരു 1 ഡേയോ ഒക്കെ റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നീക്കി വെക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ വീക്കിലും പഠിച്ച കാര്യങ്ങൾ ആ വീക്കിൽ തന്നെ റിവൈസ് ചെയ്ത് പോവാണ്. അങ്ങനെ ഓരോരോ വീക്കിലെ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് ആ മാസം അവസാനമാകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആ മന്തിൽ പഠിച്ചതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു ഡേ നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ നീക്കി വെക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡേ നീക്കി വെച്ചിട്ട് അതിനകത്ത് പെട്ടെന്ന് തീർത്താൽ നിങ്ങൾക്ക് ബാക്കി സബ്ജക്റ്റിലോട്ട് അങ്ങനെ പോകാം. അപ്പൊ എനിവേ റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ ഒരു സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഒരു മാസം നമ്മൾ റിവിഷന് ആ മാസത്തെ നമ്മൾ ചെയ്തു. ഇനി അടുത്ത മാസം ആകുമ്പോൾ നമുക്ക് പ്രീവിയസ് മന്തിലെ ഉണ്ടാവും, ആ മാസത്തെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അഡീഷണലി കുറച്ചുകൂടി സമയം എന്ത് വെക്കേണ്ടി വരും, ഒരു ദിവസമൊക്കെ അധികം അല്ലെങ്കിൽ ഹാഫ് ഡേ ഒക്കെ റിവിഷന് വേണ്ടിയിട്ട്, അതായത് പ്രീവിയസ് അതിന്റെ തൊട്ട് മുമ്പത്തെ മാസത്തെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നീക്കി വെക്കേണ്ടി വരും. അപ്പൊ ഒരു 5-6 മാസമൊക്കെ ആവുമ്പോൾ മുമ്പുള്ള 5ാമത്തെ മാസമൊക്കെ ആകുമ്പോൾ മുമ്പുള്ള 4 മാസം റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സമയങ്ങൾ വേണ്ടി വരും, ഒന്നോ രണ്ടോ ദിവസം വേണ്ടി വരും. അതുപോലെ എന്ത് ചെയ്യാൻ വേണ്ടി വരും, നമ്മൾ ആ മാസം റിവൈസ് ചെയ്തതിന് വേണ്ടിയുള്ള സമയം. അപ്പൊ മൊത്തത്തിൽ അങ്ങനെ റിവൈസ് ചെയ്ത് പോകുമ്പോൾ ഫൈനലി നമ്മൾ ആ ഒരു ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോഴേക്കും നമ്മൾ മൾട്ടിപ്പിൾ റിവിഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. അത് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ബാക്കിയുള്ള സമയത്ത് പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ ധാരാളം സമയം കിട്ടും. ആ ഒരു ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് റിവിഷൻ ഒക്കെ ആവും എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി 9ാമത്തെ പോയിന്റിലോട്ട് വരുമ്പോൾ നമ്മളെ ഹെൽത്ത് കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അതിനകത്ത് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ഉറക്കം. പല കുട്ടികളും ഇപ്പം ഒരാൾക്ക് 7 മണിക്കൂർ ഉറങ്ങണമെന്ന് വിചാരിക്കുക, അയാൾ 5 മണിക്കൂർ ഉറങ്ങിയിട്ട് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ആ പഠനത്തിന്റെ എഫിഷ്യൻസി മൊത്തത്തിൽ അങ്ങോട്ട് കുറയാനുള്ള സാധ്യതയുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ട സ്ലീപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഉറങ്ങണം. ഉറക്കം ഒഴിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും പഠിക്കരുത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് സയൻസിന് എതിരാണ്. നമ്മളെ സയന്റിഫിക് ആയിട്ടുള്ള എല്ലാ സ്റ്റഡികളും പറയുന്നത് നല്ല രീതിയിൽ ഉറക്കം കിട്ടിയാലാണ് നമ്മുടെ ബ്രെയിനിന് ശരിക്കും ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുക. എൻട്രൻസ് ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്സ് ഒക്കെ ആവുമ്പോൾ കൺസെപ്റ്റ് വരണം, പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്കില്ല് വേണം, സ്പീഡ് വേണം, മൈൻഡിൽ എല്ലാ കാര്യങ്ങളും നിൽക്കണം. അപ്പം ഒരു 1 ഇയർ ലോങ് ടേം ജേണിയാണ്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ധാരാളം സമയമുണ്ട്. ഉറങ്ങിയിട്ടൊക്കെ നമ്മൾ പഠിക്കാൻ തന്നെ നമുക്ക് സമയമുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊന്നും വറീഡ് ആവണ്ട. നിങ്ങൾ നല്ല ഉറക്കം കിട്ടിയാൽ നിങ്ങൾക്ക് നല്ല എഫിഷ്യൻസി അതിനേക്കാളും കൂടും. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, ഒരു മാരത്തൺ ഓടുകയാണ് ഒരാള്, അങ്ങനെ അയാൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ഓടുന്നേക്കാളും അയാൾ എഫക്റ്റീവായിട്ട് അയാൾ ഓട്ടത്തിന് വേഗത കൂടാന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തി വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് റിഫ്രഷ് ചെയ്ത് അപ്പൊ ഈ റിഫ്രഷ്മെന്റ് ആണ് നമ്മുടെ ഉറക്കം എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, സാക്രിഫൈസ് ചെയ്യരുത്. അപ്പൊ നമ്മുടെ ബോഡിക്ക് എത്രയാണോ നമ്മൾ വേണ്ടത് ആ ഒരു രീതിയിൽ നമ്മുടെ ഉറക്കത്തെ നമ്മൾ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ മെമ്മറി കൂടും, നമുക്ക് സ്പീഡും സ്കില്ലും ഒക്കെ കൂടും. ദെൻ 10ാമത്തെ ലാസ്റ്റ് പോയിന്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ബോഡിയെ നമ്മൾ ഹെൽത്ത് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ നേരത്തെ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് എന്തെങ്കിലും മെഡിക്കൽ റീസൺ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ ചിലർക്ക് പഠിക്കാനിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നും, പഠിക്കാൻ തോന്നൂല, യാതൊരു മൂഡ് തോന്നൂല, അങ്ങനെയൊക്കെ വരാം. അപ്പൊ അതിനകത്ത് ചിലപ്പം തൈറോയിഡ് ഹോർമോണിന്റെ കുറവ് കാരണം അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ക്ഷീണം, ലതാർജി ഒക്കെ ഫീൽ ചെയ്യാം.
അല്ലെങ്കിൽ ചിലർക്ക് ഹീമോഗ്ലോബിന്റെ കുറവ് കാരണം ഗേൾസിലൊക്കെ ആണെങ്കിൽ മെനിസ്ട്രേഷന്റെ സമയത്ത് ഹീമോഗ്ലോബിന്റെ കൗണ്ട് കുറഞ്ഞാല് അതോടൊപ്പം തന്നെ ഫുഡ് ഇൻടേക്കിൽ ഇപ്പം അയൺ ഇൻടേക്ക് ഒക്കെ കുറവാണെങ്കിലൊക്കെ ചിലപ്പം കോൺസെൻട്രേഷൻ ഒക്കെ അത് ബാധിക്കാം. അപ്പൊ അത്തരത്തില് നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ റീസൺ ഉണ്ടോ അങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു കോൺസെൻട്രേഷൻ കുറവ് അല്ലെങ്കിൽ ഉറക്കം വരവൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ച് ഒരു കൺസൾട്ടേഷൻ എടുക്കുക, എന്നിട്ട് ഫോളോ അതിനനുസരിച്ച് നീങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മൈൻഡ് ഭയങ്കര ഹാപ്പിയർ ആയിട്ട് നമ്മൾ നിലനിർത്തണം. അപ്പൊ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ആങ്സൈറ്റിയോ ഒക്കെ വരുമ്പോഴും നമ്മൾ ചിന്തിക്കുക ഇതൊക്കെ ഒരു കുറച്ച് സമയത്തേക്കാണ്, നമുക്ക് നല്ലൊരു ഹാപ്പിനെസ്, നല്ലൊരു നമ്മുടെ ഡ്രീം നമുക്ക് വരാനുണ്ട്, നമുക്ക് വലിയൊരു കാര്യം വരാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വരുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളാണ്, ഇറ്റ്സ് ഓക്കെ, അത് സമയമാകുമ്പോൾ അങ്ങനെ പൊയ്ക്കോളും, നമുക്ക് എന്തായാലും നമ്മുടെ ഡ്രീമിലെത്തും എന്നുള്ള രീതിയിൽ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ മാറ്റി ചിന്തിപ്പിക്കുക. അപ്പൊ എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ ഇല്ല അതിനേക്കാളൊക്കെ നല്ലത് വരുന്നുണ്ട്, അപ്പം നമ്മൾ മാറി ചിന്തിപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഈ 10 പോയിന്റുകൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാ നിങ്ങൾക്ക് 650 അതിന് മുകളിലൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. ബി മോട്ടിവേറ്റഡ്, മൂവ് ഓൺ, യു വിൽ റീച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.